നിങ്ങളുടെ ഈ മണ്ടൻ നടപടികളല്ലേ രാജ്യത്ത് ശിഥിലീകരണ പ്രവണതകളിലേക്ക് പോകുന്നത്. തമിഴ്നാട് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ, നിങ്ങളൊരു സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ, ഈ സംസ്ഥാനങ്ങളുടെ അധികാരമൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴല്ലേ ഈ ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എന്തിനാ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്? എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളെയും ബോധ്യപ്പെടുത്തി, അവരുടെ സ്വാഭിമാനത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ഉജ്ജ്വലിപ്പിക്കുന്ന വിധത്തിലല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമായിട്ട് നമ്മൾ മാറേണ്ടത്. നമ്മുടെ ദേശീയ ഗാനം പോലും അങ്ങനെയല്ലേ പറയുന്നത്? ഇന്ത്യ ഒരൊറ്റ രാജ്യമെന്നാണോ, അങ്ങനെ ഒരൊറ്റക്കൽ ശില്പം എന്നാണോ പറയുന്നത്? നമ്മുടെ ദേശീയ ഗാനത്തിൽ പോലും ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ പരാമർശിച്ചുകൊണ്ടല്ലേ ആ ദേശീയ ഗാനം കടന്നു പോകുന്നത്. അതെല്ലാം ചേരുന്ന ഒരു ഐക്യരാജ്യം എന്നുള്ള നിലയിലല്ലേ. അപ്പൊ പിന്നെ അത് അംഗീകരിക്കാൻ എന്താ നിങ്ങൾക്ക് മടി? അതല്ലേ RSSന്റെ പ്രത്യയശാസ്ത്രം. അങ്ങനെ RSSന്റെ പ്രത്യയശാസ്ത്രം പാർലമെന്ററി വേദികളെ ഉപയോഗിച്ച് ഒളിപ്പിച്ച് കടത്താനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അത് മനസ്സ് തുറന്ന് സമ്മതിക്ക്. അതിനെന്തിനാ ഒരു ബുദ്ധിശൂന്യത കാണിക്കുന്നത് റജി? നിങ്ങൾ അത് അംഗീകരിക്കൂ. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട, RSSന്റെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനുള്ള നിങ്ങളുടെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്നു വനിതാ സംവരണത്തെ എതിർത്തു. എന്തിനാ റജി ഈ മണ്ടത്തരം പറയുന്നത്? 2023 പാർലമെന്റ് അംഗീകരിച്ച വനിതാ സംവരണ ബിൽ ആര് കൊണ്ടുവന്നതാ? ഇതേ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ. ഇതേ നരേന്ദ്രമോദിയും അമിത്ഷായും നിങ്ങളുടെ BJP ഭരണമല്ലേ കൊണ്ടുവന്നത്. എത്ര വോട്ടിനാണ് ആ വനിതാ സംവരണ ബിൽ 2023 വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസ്സായത്? 493 വോട്ടുകൾക്കല്ലേ. അതാര് വോട്ട് ചെയ്തിട്ടാ? നിങ്ങൾക്ക് അന്ന് പാർലമെന്റിൽ എത്രയാ എണ്ണം? ഇന്നുള്ള 293 തന്നെയല്ലേ 303 അല്ലേ 2023 നിങ്ങൾക്കുണ്ടായിരുന്നത്. അതെങ്ങനെയാ പിന്നെ 490-ലധികം വോട്ടായിട്ട് നിങ്ങൾക്ക് വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഈ കോൺഗ്രസും CPIM-ഉം എല്ലാം ഉൾപ്പെടെയുള്ള താങ്കൾ ഇപ്പൊ പരിഹസിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി നിൽക്കുന്ന അന്നും പ്രതിപക്ഷമായിരുന്ന ഈ പാർട്ടികളെല്ലാം പിന്തുണച്ചിട്ടല്ലേ. അപ്പൊ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്ന വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന കാര്യത്തെ ഞങ്ങളെല്ലാം പിന്തുണച്ചിട്ടില്ലേ? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചിട്ടില്ലേ? എതിർക്കുകയല്ലോ ചെയ്തത്. എന്തേ 2023 പാസാക്കി അന്ന് തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട ആ ബില്ല് നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് ഈ ഏപ്രിൽ 16 വരെ 2.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു? നിങ്ങൾക്ക് വനിതാ സംവരണത്തോട് എന്ത് കൂറാണുള്ളത്?